ഹലോ, വെൽക്കം ബാക്ക് ടു ചാരോ വിത്ത് അനല. ഇന്ന് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള പുതിയൊരു ടോപ്പിക്കുമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. ആരാണ് നിങ്ങളെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്? എനർജറ്റിക്കലി നിങ്ങളെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആരാണ്? എന്താണ് അവരുടെ ഉദ്ദേശം? അതിൻ്റെ ഒരു ഔട്ട്കം എന്തായിരിക്കും? തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഈ എനർജിയുമായിട്ട് കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഡീപ്പ് ബ്രെത്ത് എടുത്ത് ഒന്ന് റിലാക്സ് ചെയ്യുക. നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും മനസ്സിൽ വിചാരിക്കാം. അത് നിങ്ങളുടെ റൊമാൻറ്റിക് പാർട്ട്ണർ ആവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഫ്രണ്ട് ആവാം, അല്ലെങ്കിൽ ഒരു റിലേറ്റീവ് ആകാം. ആരെ വേണമെങ്കിലും നിങ്ങൾക്ക് മനസ്സിൽ വിചാരിക്കാം. നിങ്ങൾ ആ ആളെ മനസ്സിൽ വിചാരിച്ച് കാണും എന്ന് വിചാരിക്കുന്നു. നമുക്ക് അവരുടെ എനർജിയുമായിട്ട് കണക്ട് ചെയ്യാം. ഹൂ ഈസ് എനർജറ്റിക്കലി വാച്ചിങ് യു, അല്ലെങ്കിൽ ആരാണ് നിങ്ങളെ എനർജറ്റിക്കലി ഇപ്പോൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നോക്കാം. നമ്മുടെ ഫസ്റ്റ് കാർഡ് നമുക്ക് നോക്കാം. 4 of Wands. ഓക്കെ, അപ്പോൾ അത് നിങ്ങളുടെ ഫാമിലിയിൽപ്പെട്ട ആരെങ്കിലും ആയിരിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ഫംഗ്ഷനിൽ വെച്ചിട്ടായിരിക്കാം, ഒരു ഫാമിലി ഫംഗ്ഷനിൽ വെച്ചിട്ടായിരിക്കാം നിങ്ങൾ പരിചയപ്പെട്ടിട്ടുള്ളത്. അല്ലെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഫൈറ്റ് ഉണ്ടാവുക, എന്തെങ്കിലും നിങ്ങൾ തമ്മിലുള്ള ഒരു ഡീപ്പായിട്ടുള്ള നെഗറ്റീവ് ഓർ പോസിറ്റീവ് ഇൻറ്ററാക്ഷൻ ഉണ്ടായിട്ടുള്ളത് ഒരു ഫംഗ്ഷനിൽ വെച്ചിട്ട്, അല്ലെങ്കിൽ നിങ്ങളൊരു ഫാമിലിയിൽപ്പെട്ട ആളുകളായിരിക്കാം എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ഇനി അവർ എന്തിനാണ് നിങ്ങളെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നോക്കാം. നമുക്ക് വന്നിട്ടുള്ള കാർഡ്, അവർ നിങ്ങളുമായിട്ട് ഫൈറ്റിലിരിക്കുന്ന ആളാണ് എന്ന് മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾക്ക് അവരോടുള്ള ആറ്റിറ്റ്യൂഡ് അറിയാൻ വേണ്ടിയിട്ടാണ് അവരിപ്പോൾ നിങ്ങളെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഒരുപക്ഷെ നിങ്ങളെ സോഷ്യൽ മീഡിയയിൽ സ്റ്റോക്ക് ചെയ്യുന്നുണ്ടാവാം, മറ്റുള്ളവർ വഴി നിങ്ങളെക്കുറിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ടാവാം. എന്താണ് നടക്കുന്നത്, നിങ്ങളുടെ മനസ്സിൽ എന്താണ് എന്നുള്ളത് അറിയാനുള്ള ഒരു ഇൻട്രസ്റ്റാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ഇനി അവർ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നതെന്ന് അറിയണ്ടേ? നമുക്ക് നോക്കാം. തോട്ട്സ് അബൌട്ട് യു, വാട്ട് ഡു ദേ തിങ്ക് അബൌട്ട് യു. ഓക്കെ, നമുക്കൊരു ഡെവിൾ കാർഡ് വന്നിട്ടുണ്ട്. അവർക്ക് നിങ്ങളുടെ മേൽ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ഒബ്സെഷനാണുള്ളത്, ഒബ്സസീവ് തിങ്കിങ്. അതൊരു റൊമാൻറ്റിക് റിലേഷൻ ആയാലും ശരി, അല്ലെങ്കിലും ശരി, അവർ നിങ്ങളെ കുറിച്ച് ഒബ്സസീവായിട്ട് ചിന്തിക്കുന്നുണ്ട്. അതായത് ദിവസത്തിൻ്റെ കൂടുതൽ ഭാഗവും അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാനോ നെഗറ്റീവായിട്ടോ പോസിറ്റീവായിട്ടോ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് കാണുന്നുണ്ട്. ഓക്കെ, അവർക്ക് നിങ്ങളോടുള്ള ഇമോഷൻസ് ഏത് തരത്തിലുള്ളതാണ് എന്ന് നോക്കാം. 4 of Pentacles ആണ്. അവർക്ക് നിങ്ങളെ വിട്ടുകൊടുക്കാൻ ഇഷ്ടമല്ല എന്ന് കാണുന്നുണ്ട്. അപ്പോൾ മോസ്റ്റ് പ്രോബബ്ലി അതൊരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ആയിരിക്കാം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൂടുതൽ പേർക്കും അത് റെസനേറ്റ് ആവുന്നത് അങ്ങനെ ആയിരിക്കാം. പിന്നെ ഇതൊരു ജനറൽ റീഡാണ്, നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുത്താൽ മതി. നിങ്ങളെ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാൻ അവർക്ക് താല്പര്യമില്ല. നിങ്ങൾ അവരുടെ കൂടെ ആയിരിക്കണം കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യേണ്ടത് എന്ന് അവർ ആലോചിക്കുന്നുണ്ട്. നിങ്ങളെ വിട്ടുകൊടുക്കാൻ താല്പര്യമില്ല എന്നുള്ളൊരു എനർജിയാണ് ഇവിടെ കാണുന്നത്. ഇനി നിങ്ങളെക്കുറിച്ചുള്ള എന്ത് കാര്യമാണ് അവരെ സർപ്രൈസ് ചെയ്യിക്കുന്നത് എന്ന് നോക്കാം. നിങ്ങളുടെ എന്ത് ക്യാരക്ടറാണ്, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള എന്ത് കാര്യമാണ് അവരെ സർപ്രൈസ് ചെയ്യിക്കുന്നത്? ഏസ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. നിങ്ങൾ പുതിയ അവസരങ്ങൾ തേടി പോകുന്നതാണ് അവരെ സർപ്രൈസ് ചെയ്യിക്കുന്നത്. ഒരു പക്ഷേ ഈ വഴക്കിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ ലൈഫുമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ടായിരിക്കും. അതവരെ സർപ്രൈസ് ചെയ്യുന്നു. അവർ വിചാരിച്ചത് നിങ്ങൾക്ക് അവരെ വിട്ടുപോകാൻ കഴിയില്ല എന്നുള്ളതായിരിക്കാം. അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു, അവർക്ക് നിങ്ങളെപ്പോഴും വിട്ടുകൊടുക്കാൻ താല്പര്യമില്ല. പക്ഷെ നിങ്ങൾ മൂവ് ഓൺ ചെയ്യുന്നത് അവരെ സർപ്രൈസ് ചെയ്യിക്കുന്നുണ്ട്, ഇറിറ്റേറ്റ് ചെയ്യിക്കുന്നുണ്ട് എന്ന് കാണാം. അല്ലെങ്കിൽ ഒരു പക്ഷേ കുറച്ച് ആളുകൾക്ക് നിങ്ങളൊരു പുതിയ ജോലി കിട്ടിയിട്ട് മൂവ് ഓൺ ആവുന്നുണ്ടായിരിക്കാം. പുതിയ ജോലി സ്ഥലത്തേക്ക്, അല്ലെങ്കിൽ പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങുന്നു, പുതിയ ഇൻട്രസ്റ്റുകൾ നിങ്ങൾക്കുണ്ടാവുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരിൽ നിന്ന് വിട്ട് മറ്റെന്തോ കാര്യത്തിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് അവരെ സർപ്രൈസ് ചെയ്യിക്കുന്നു എന്ന് കാണുന്നുണ്ട്. ഇനി അവർക്ക് എന്താണ് നിങ്ങളിൽ നിന്നും വേണ്ടത്? അവരെന്താണ് നിങ്ങളുടെ ഭാഗത്തു നിന്ന് ആഗ്രഹിക്കുന്നത് എന്ന് നോക്കാം. ടെമ്പറൻസ്. നിങ്ങൾ അവരോട് ഉള്ള ആ കോണ്ടാക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യണം. നിങ്ങളിപ്പോൾ ഓൾറെഡി മറ്റൊരു റിലേഷനിൽ ഇരിക്കുന്ന ആളാണെങ്കിൽ പോലും അവരോട് കോണ്ടാക്റ്റ് വെക്കണം എന്നുള്ളൊരാഗ്രഹമാണ് അവർക്ക് ഉള്ളത് എന്ന് തോന്നുന്നു. ടെമ്പറൻസ് ആണ്. വാട്ട് ഡു ദേ ആക്ച്വലി വാണ്ട് ഫ്രം യു? ക്ലാരിറ്റി കാർഡ് ഫോർ ടെമ്പറൻസ്. കിങ് ഓഫ് കപ്സ്. അതെ, അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് അവരിലോട്ടുള്ള ശ്രദ്ധ കുറയാൻ പാടില്ല. അത് തന്നെയാണ് അവരുടെ ഉദ്ദേശം. കിങ് ഓഫ് കപ്സ് ആണ്. അതായത് നിങ്ങൾ ഈ ഒരു ഇമോഷണലി മെച്ചുവർ എനർജിയിലേക്ക് വന്നിട്ട്
അവരെ കൂടി പരിഗണിക്കണം. അതാണ് ഈ സമയത്ത് അവരുടെ ആവശ്യം എന്ന് കാണുന്നുണ്ട്. റെസനേറ്റ് ആവുന്ന പോയിന്റ്സ് മാത്രം എടുത്താൽ മതി. ഓക്കെ, വാട്ട് ആർ ദേ ഹൈഡിങ്? അവർ നിങ്ങളിൽ നിന്ന് ചില കാര്യങ്ങൾ ഒളിച്ചു വെക്കുന്നുണ്ട്. അതെന്താണെന്ന് നോക്കാം. ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ്. അവരുടെ ഈ ഡീപ്പായിട്ടുള്ള ഇമോഷൻസ് നിങ്ങൾ അറിയുന്നത് അവർക്കത്ര താല്പര്യമില്ല. അവർ നിങ്ങൾക്ക് വേണ്ടി അവരുടെ സമയം ചെലവഴിക്കുന്നതായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു. ആ ഒരു എനർജി തന്നെയാണ് റിപ്പീറ്റായിട്ട് വന്നിട്ടുള്ളത്. ഇതവർ ഹൈഡ് ചെയ്ത് വെക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. അവർക്ക് നിങ്ങളോടുള്ള ഡീപ്പായിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് നിങ്ങൾ അറിയുന്നത് അവർക്കത്ര താല്പര്യമല്ല. അതായത് ഈ ഒരു വഴക്കിന് ശേഷവും അവർക്ക് നിങ്ങളോട് അത്രയും ഫീലിങ്സ് ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ അറിയണമെന്ന് അവർ താല്പര്യപ്പെടുന്നില്ല എന്നുള്ള എനർജിയാണ് വന്നിട്ടുള്ളത്. ഇനി അവർ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായിരിക്കും, കാരണം ഇവിടെ വഴക്കാണല്ലോ. അപ്പോൾ അവർ നിങ്ങളെ ഇനി കോണ്ടാക്ട് ചെയ്യുമോ എന്ന് നോക്കാം. വിൽ ദേ കോണ്ടാക്ട് ദിസ് പേഴ്സൺ? നമുക്കൊരു യെസ് കാർഡാണ് വന്നിട്ടുള്ളത്. 9 ഓഫ് പെൻറ്റക്കിൾസ് യെസ് കാർഡാണ് വന്നിട്ടുള്ളത്. എപ്പോഴത്തേക്ക് കോണ്ടാക്ട് ചെയ്യും എന്ന് നോക്കിയാലോ. വെൻ വിൽ ദേ കോണ്ടാക്ട്? ഹെർമിറ്റ് കാർഡാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ടൈം ഫ്രെയിം പറയാനായിട്ട് കഴിയില്ല. ഇതൊരു മേജർ അർക്കാന കാർഡാണ്. ഇതിൽ 9 എന്നുള്ള ഒരു നമ്പർ ഉണ്ട്. ബട്ട് സ്റ്റിൽ എനിക്ക് തോന്നുന്നത് അവരൊരു മാനസികമായിട്ടുള്ള വളരെ നോക്കൂ, ഈ 2 മേജർ അർക്കാന കാർഡ്സ് അടുത്തടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെ സിറ്റുവേഷൻ കുറച്ച് ഡീപ്പാണ്. അത്ര എളുപ്പം പുറത്തു വരാവുന്ന ഒരു മാനസികാവസ്ഥയിലല്ല അവരുള്ളത്. ആ ഒരു ഡീപ്പായിട്ടുള്ള പെയിനിൽ നിന്ന് അവരത് പുറത്ത് വന്നു കഴിയുമ്പോഴായിരിക്കും അവർ കോണ്ടാക്റ്റ് ചെയ്യുക എന്ന് കാണുന്നുണ്ട്. അതായത് നമുക്കിപ്പോൾ ഇത്ര ഒരു കാലം എന്ന് നമുക്ക് പറയാനായിട്ട് ഈ എനർജിയിൽ നിന്ന് സാധിക്കില്ല. കാരണം അവരുടെ സിറ്റുവേഷൻ പെയിൻഫുള്ളാണ്. ആ പെയിനിൽ നിന്ന് കുറച്ചൊന്ന് അവർ പുറത്ത് വരണം. അതിനുശേഷമായിരിക്കും അവർ കോണ്ടാക്റ്റ് ചെയ്യാനുള്ള സാധ്യത ഉള്ളത്. ഓക്കെ, അവർ കോണ്ടാക്റ്റ് ചെയ്താൽ അതിൻ്റെ ഒരു ഔട്ട്കം എന്തായിരിക്കും എന്ന് നോക്കാം. സൺ കാർഡ്, റിയലി പോസിറ്റീവ് കാർഡ്. കോണ്ടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഔട്ട്കം ആയിട്ട് വരുന്നത് ഹീലിംഗ് ആണ്. നമ്മൾ പറഞ്ഞു അവരുടെ സിറ്റുവേഷൻ കുറച്ചല്ല നല്ല രീതിയിൽ പെയിൻഫുള്ളാണ്. അതൊന്ന് കഴിഞ്ഞാലേ അവർ കോണ്ടാക്റ്റ് ചെയ്യുള്ളൂ. അതിൻ്റെ ഒരു ഔട്ട്കം ആയിട്ട് വരുന്നത് ഹീലിംഗ് ആണ്. ഈ ഒരു റിലേഷൻ ഇത്രയും മേജർ അർക്കാന കാർഡ്സ് വന്നിട്ടുള്ളത് കൊണ്ട് കുറേ പേർക്കെങ്കിലും ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആവാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ ജന്മത്തിൽ, ഇതിന് മുൻപുള്ള ജന്മങ്ങളിൽ ഉണ്ടായിട്ടുള്ള ചില ബോണ്ടുകൾ, ചില എന്താ പറയുക എനർജി ചേഞ്ച് അത് കംപ്ലീറ്റ് ആയിട്ടില്ല, ടാലി ആയിട്ടില്ല എങ്കിലാണ് വീണ്ടും ഈ ജന്മത്തിൽ കോണ്ടാക്റ്റിൽ വരിക. ഇത് എല്ലാവർക്കും അംഗീകരിക്കാൻ പറ്റണമെന്നില്ല. കുറേ ആളുകൾ ഇത്തരം പാസ്റ്റ് ലൈഫ് കണക്ഷൻസിൽ വിശ്വസിക്കാത്ത ആളുകളാണ്. ഇറ്റ്സ് ഓക്കെ, ഫൈൻ. അത് വിശ്വസിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത്. ആ ഒരു ഹീലിംഗ് കംപ്ലീറ്റ് ആകാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ വീണ്ടും ഈ ജന്മത്തിൽ കോണ്ടാക്റ്റിൽ വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ആ ഒരു കോണ്ടാക്റ്റിൽ നിന്നുള്ള ഹീലിംഗ്, ആ ഒരു കർമ്മ ഹീലിംഗ് ഈ ഒരു റിലേഷനിൽ നടക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. നമുക്ക് ചെക്ക് ചെയ്യാം അതിനുശേഷം എന്തായിരിക്കും സംഭവിക്കുക. വാട്ട് വിൽ ഹാപ്പൻ ഈവൻ ആഫ്റ്റർ ദാറ്റ് ഹീലിംഗ്. എംപ്രസ് കാർഡ് വീണ്ടും മേജർ അർക്കാനയാണ്. ഇതൊരു ചില്ലറ കളിയല്ല കേട്ടോ. ഈ വ്യക്തിക്ക് നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ, നിങ്ങൾക്ക് ആ വ്യക്തിയുമായിട്ടുള്ള കണക്ഷൻ എന്ന് പറയുന്നത് വളരെ ഡീപ്പ് റൂട്ടഡ് ആണ്. നമുക്ക് ധാരാളം മേജർ അർക്കാന കാർഡ്സ് വളരെ സ്ട്രോങ് പൊസിഷനുകളിൽ വന്നിട്ടുണ്ട്. നിങ്ങളുടെ ഹീലിംഗ്, നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയിലേക്കുള്ള, നിങ്ങളുടെ എന്താ പറയുക ഒരു അബണ്ടൻസിലേക്കുള്ള വഴിയാണ് അവർ തുറന്നു തരാൻ പോകുന്നത്. ഈ ഒരു റിലേഷനിലുള്ള ഈ ഒരു എന്താ പറയുക ഈ ഒരു കർമ്മ ഹീലിംഗ് നടന്നതിന് ശേഷം നിങ്ങളിലുള്ള കുറേ നെഗറ്റീവ് ബിലീഫ്സ് ഒക്കെ നിങ്ങളെ വിട്ടുപോകും. അതിനുശേഷം നിങ്ങളിലേക്ക് അബണ്ടൻസ് വരുന്നതായിട്ടാണ് കാണുന്നത്. നമുക്ക് ലൈഫിൽ പലപ്പോഴും ലൈഫിലേക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വരാതിരിക്കുന്നത് അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ചില നെഗറ്റീവ് ബിലീഫ്സ് നമ്മൾ മനസ്സറിയാതെ തന്നെ സബ് കോൺഷ്യസ്ലി നമ്മൾ അതിനെയൊക്കെ ബ്ലോക്ക് ചെയ്യുന്നത് കൊണ്ടാണ് കുറേ കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക്, ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും ലൈഫിലേക്ക് വരാത്തത്. ഈ ഒരു ഹീലിങ്ങിന് ശേഷം നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരുപാട് അബണ്ടൻസ്, സമൃദ്ധി നിങ്ങളിലേക്ക് വരാനായിട്ട് ഈ ഒരു റിലേഷൻ കാരണമാകും എന്നാണ് കാണുന്നത്. ഓക്കെ, ഈ സമയത്ത് നമുക്ക് എന്ത് ആക്ഷനാണ് നിങ്ങൾ ഈ സമയത്ത് എടുക്കേണ്ടത് എന്നുള്ള ഒരു കാർഡ് നോക്കാം. വാട്ട് ആക്ഷൻ? ക്വീൻ ഓഫ് വാൻഡ്സ്. നമുക്ക് ഒരു യൂണിവേഴ്സിൻ്റെ ഗൈഡൻസ് കൂടി എടുക്കാം. യൂണിവേഴ്സ്. 6 ഓഫ് വാൻഡ്സ്. നോക്കൂ, 2 വാൻഡ് എനർജികളാണ്. നിങ്ങളുടെ കാര്യങ്ങളിൽ ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പഠിക്കുന്ന ആളുകളാണെങ്കിൽ
ആ പഠിത്തം എന്താ പറയുക കംപ്ലീറ്റ് ചെയ്യുക. ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ ജോലി സ്ഥലത്തേക്ക് ഫോക്കസ് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് എന്തോ ഒരു അച്ചീവ്മെൻറ്റ് വരാനുണ്ട്, ആ ഒരു അച്ചീവ്മെൻറ്റിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുക. ഈ ഒരു കാര്യത്തിൻ്റെ പേരിൽ നിങ്ങളുടെ എനർജി അനാവശ്യമായിട്ട് വേസ്റ്റ് ചെയ്യരുത് എന്ന് കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഈ സമയത്ത് ചെയ്യാൻ കുറച്ച് കാര്യങ്ങൾ ലൈഫിൽ ഓൾറെഡി ഉണ്ട്, അതിൽ ഫോക്കസ് ചെയ്യാനാണ്. രണ്ടും വോണ്ട് എനർജിയാണ്. ഇത് 6 ഓഫ് വാണ്ട്സ്, ഇത് ക്വീൻ ഓഫ് വാണ്ട്സ്. ഇത് ഇതിനേക്കാളും കുറച്ചുകൂടി ഹൈ എനർജിയാണ്. ഈ ഒരു അവസ്ഥയിലേക്ക് എത്താനാണ് പറയുന്നത്. ഓക്കെ, നിങ്ങളുടെ മേഖലയിൽ, നിങ്ങൾ എന്ത് മേഖലയിലാണോ ഇപ്പോൾ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ ഒരു ക്വീൻ എനർജിയിലേക്ക് വരിക. പുരുഷന്മാരാണെങ്കിലും സ്ത്രീകളാണെങ്കിലും വിഷയമില്ല. ക്വീൻ എനർജി എന്ന് പറയുന്നത് ആ ഒരു കിങ്ങിൻ്റെ തൊട്ട് താഴെയുള്ള ഒരു പൊസിഷനാണ് ഈ ക്വീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഓൾമോസ്റ്റ് ഇതിൻ്റെ ഒരു നെക്സ്റ്റ് ലെവൽ, ഒരു ഇരട്ടിയായിട്ടുള്ള ഒരു ലെവലാണ് ഈ ക്വീൻ ഓഫ് വാണ്ട്സ് എന്ന് പറയുന്നത്. നിങ്ങളുടെ അച്ചീവ്മെൻറ്റ്സിൽ നിന്ന് അടുത്ത സ്റ്റേജിലേക്കുള്ള നിങ്ങളുടെ വളർച്ചയിൽ ഈ സമയത്ത് ഫോക്കസ് ചെയ്യാനാണ് കാർഡ്സ് നമ്മളോട് പറയുന്നത്. ഈ റീഡിംഗ് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഈ റീഡിങ്ങിലെ പോസിറ്റിവിറ്റി ക്ലെയിം ചെയ്യുന്നതിന് വേണ്ടി ക്ലെയിം എന്ന വാക്ക് കമൻസിൽ മെൻഷൻ ചെയ്യുക. CLAIM, ക്ലെയിം എന്ന വാക്ക് കമൻസിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.